ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോ അട്ടപ്പാടിയുടെ സന്ദർശന വേളയിലാണ്. പുതൂർക്കുള്ള വഴിയിൽ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ്. ഈ അട്ടപ്പാടിയിലെ വഴികളിൽ ഏറ്റവും രസം ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കണേ, നല്ല അടിപൊളി. അതിന്റെ ശീലങ്ങളൊക്കെ നിൽക്കണില്ലേ, ഒത്തിരി പൊക്കമില്ലാതെ. നമ്മുടെ മുമ്പിൽ കൂടി ഒഴുകണ പുഴ എത്ര സുന്ദരമാണ് നോക്ക്. ഇത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമോ? പറയാം. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന 3 പുഴകളിൽ ഒന്ന് കബനി, പാമ്പാർ, ഭവാനി എന്ന് പറയും. അതിൽ ഭവാനി പുഴയാണ് ഈ ഒഴുകുന്നത്. ഇതിങ്ങനെ ഒഴുകി വരകാറും കൂടപ്പെട്ടികളും കൂടി തമിഴ്നാട്ടിലേക്കാണ് ഒഴുകി പോകുന്നത്. എന്ത് സുന്ദരമായ കാഴ്ചയാണ്! കുന്നിൻ ചെരുവുകൾക്കിടയിലൂടെ ഒഴുകി പോകുന്ന കാഴ്ച കണ്ണുകൾക്ക് ആനന്ദകരമായിട്ടുള്ള നല്ല ഇളം കാറ്റ് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ചോളം ആണ് നട്ടിരിക്കുന്നത്. ചോളത്തിന്റെ പുല്ലിങ്ങനെ ആ ഒരു മന്ദമാരുതിനെ ഏറ്റിട്ട് ഇങ്ങനെ തിരമാല കണക്കെ കടന്നു പോകുന്ന മാറി പോകുന്ന ഒരു കാഴ്ച കാണാം. അതിന് ചുറ്റും അത് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ സ്പ്രിംഗ്ലറിന്റെ വെള്ളത്തുള്ളികൾ തെറിക്കുന്നതൊക്കെ നമുക്ക് കാണാം. ഈ സ്ഥലം കാണുമ്പോഴേ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അട്ടപ്പാടിയിൽ ഏറ്റവും വളരെ കുറച്ച് മഴ കിട്ടുന്ന ഒരു പ്രദേശം. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരലിൽ എണ്ണാൻ മാത്രം കിട്ടുന്ന ഒരു പ്രദേശം. ഈ സ്ഥലത്തിന്റെ പേര് പരപ്പന്തറ എന്നാണ്. അട്ടപ്പാടിയിൽ പ്രദേശത്ത് മുഴുവൻ മഴ പെയ്തു എന്ന് കേട്ടാലും ഇവിടെ മഴ പെയ്തത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവാത്ത ഒരു സ്ഥലം. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കപ്പ കൃഷിയും ഈ തീറ്റപ്പുൽ കൃഷിയും ചോളത്തട്ട് കൃഷിയും ആണുള്ളത്. ഈ കൃഷിക്ക് വേണ്ടിയിട്ട് ഭവാനി പുഴയിൽ നിന്ന് മോട്ടർ അടിച്ച് നനച്ചിട്ടാണ് ഈ കൃഷി നടത്തുന്നത്. ഇത് ശരിക്കും നയനാനന്ദകരമായ ഒരു അനുഭവം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണിത്. എല്ലാവർക്കും ഒരു നല്ല ഒരു സുഖകരമായ ഒരു കാലാവസ്ഥയിൽ വന്ന് ഒരു ദിവസം ചെലവഴിക്കാൻ ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ ഒരു സ്ഥലം കൂടിയാണിത്. ഈ കാണുന്നത് തുവര കൃഷി എന്ന് പറയും. ഇത് വേലിക്കലാണ് ഈ തുവര കൃഷി നടത്തിയിരിക്കുന്നത്. ഇതിന്റെ നടുക്ക് കപ്പയുടെ കൃഷിയാണ്. ഈ തുവരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ തുവരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടി തുവരയ്ക്കാണ് തുവര പയറിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ തുവര. ഹായ് ഫ്രണ്ട്സ്, ഈ അട്ടപ്പാടി യാത്രയിൽ ഞാനുമുണ്ട് ഇവരോടൊപ്പം. നമ്മളിപ്പോൾ ഈ കാണുന്നത് മൾബറി കൃഷിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മൾബറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാ തിന്നുന്നതിന് വേണ്ടിയാണ് മാക്സിമം ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവരിത് പട്ടുനൂലിന് വളർത്തുന്നതിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതാണിത്. ആ കാണുന്ന കെട്ടിടത്തിലാണ് പട്ടുനൂൽ പുഴു ഉള്ളത്. നമുക്ക് അങ്ങോട്ട് കയറാൻ അനുവാദമില്ല. അതിനകത്ത് മറ്റാരെയും പ്രവേശിപ്പിക്കുന്നതല്ല. അതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആ പട്ടുനൂലിന് ഈ കാണുന്ന ഇതാണ് അവർ ഭക്ഷണമായി നടക്കുന്നത്. ഇത് മേലെ പെരുപ്പന്തറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മഴ വളരെ കുറവുള്ളൊരു സ്ഥലം. ഇവിടുത്തെ പ്രധാന ഉപജീവന മാർഗ്ഗം കൃഷിയാണ്. അതിലേറ്റവും പ്രധാനം ഇപ്പോൾ കപ്പ കൃഷിയാണ്. നമ്മുടെ നാട്ടിലുള്ള കപ്പ കൃഷിയൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല അകലത്തിൽ ഒരു 4 അടി 5 അടി അകലത്തിലൊക്കെയാണ് കപ്പ കൃഷി സാധാരണ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 2 അടി മുകളിൽ ഒരു കപ്പയില്ല. 2 അടിയിലാണ് ഇവിടെ കപ്പ കൃഷി ചെയ്യുന്നത്. അതിൽ ഇവർ പറയുന്ന ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോട്ടിൽ നിന്ന് ഒരു 6 കിലോ കിട്ടിയാൽ പോലും മറ്റതിനേക്കാളും ഏറ്റവും കൂടുതൽ ആദായം ഇതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് എല്ലായിടത്തും ഈ 1.5-2 അടി അകലത്തിലാണ് കപ്പ കൃഷി ഉള്ളത്. നല്ല രുചികരമായ കപ്പയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മുടെ മുമ്പിൽ ഒരു കിടുക്കാച്ച് കാഴ്ചയുണ്ട്. ഈ കാണുന്നത് നെല്ലിത്തോട്ടമാണ്. നല്ല അടിപൊളി നെല്ലിത്തോട്ടം. നെല്ലുകളിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള അമൃത എന്ന് പറയുന്ന ഒരു ഇനമാണ്. ഈ കാണുന്നതെല്ലാം നെല്ലിത്തോട്ടങ്ങളാണ്. അങ്ങോട്ട് നോക്കി കാണാം. അതിന് ഇച്ചിരി ആ കാണുന്നതിനൊക്കെ ഇച്ചിരിയുടെ വണ്ണമുണ്ട്, ഇച്ചിരിയുടെ മുഴുപ്പുണ്ട്. ഇതിനൊക്കെ മുഴുപ്പായി വരുന്നതേ ഉള്ളൂ. നമ്മൾ മുകളിൽ കണ്ട അതേ ഭവാനിപ്പുഴയുടെ അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിപ്പെട്ടത്. ആളുകൾ എന്തോരം കുളിക്കുന്നതെന്ന് നോക്കിയാൽ ഭയങ്കര സുന്ദരമായ കാഴ്ചയാണ്. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം, കല്ലുകൾ നിറഞ്ഞു കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വശ്യമനോഹരതയാണ്.
പിന്നെ വേറെ പ്രത്യേകത, ഭവാനിപ്പുഴ എന്നുള്ള സംഭവം ഒരിക്കലും ഒരിടത്തൊരു സേഫ് ഉള്ള സ്ഥലമല്ല. കാരണം ഈ ഒരു കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സേഫായിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഭവാനിപ്പുഴ. ഈ ഭവാനിപ്പുഴ മൊത്തത്തിൽ നോക്കി ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ഏരിയ ഒന്ന് ഇറങ്ങാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഭവാനിപ്പുഴ കാണുമ്പോൾ ചെറുതാണല്ലോ, ഇച്ചിരി ഉള്ളൂല്ലോ, നമുക്ക് സേഫ് ആണെന്നും പറഞ്ഞുകൊണ്ട് ചാടി ഇറങ്ങാൻ പറ്റുന്ന ഒരു പുഴയാണ്. താഴ്ന്നു കിടക്കുന്ന പ്രദേശവും കൂടിയാണ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഭീതിയുള്ളതായിട്ടൊക്കെ തോന്നും. പക്ഷെ ഇതൊക്കെ കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഏകദേശം ഭവാനിപ്പുഴയിൽ ഏറ്റവും കുറച്ച് വെള്ളമുള്ള സമയം എന്ന് പറയുമ്പോൾ മഴ പെയ്തു തുടങ്ങി. ആദിവാസി പ്രദേശത്ത് മഴ പെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ അങ്ങ് മേലെ റോഡിലേക്ക് കയറി മുഴുവൻ വെള്ളത്താൽ അമർന്നു കിടക്കുന്ന ഒരു പ്രദേശമായി മാറും. ഉന്നതി എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. ഊര് എന്നുള്ള വാക്ക് ചോദിക്കപ്പെട്ടതാണ്. ഉന്നതി ഇതൊരു ഉന്നതിയാണ്. ഇത് ഹൈടെക് ആണ്. ഇത്